മൂരികളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. മൗല ത്വരീഖത്തിൻ്റെ അമല് കൊടുത്തവരിൽ തന്നെ മൂരികളുണ്ട് എന്ന് മൗല തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പേടിയാം, പടച്ചോനെ മൂരിയാണോ മുരീദാണോ എന്ന്. അതുകൊണ്ട് ദുആ ചെയ്യണം എപ്പോഴും. നമ്മളെ അമല് വാങ്ങി ഞാൻ കുറേ കൊല്ലമായി, ഞാൻ ഭയങ്കര സംഭവമാണെന്ന് വിചാരിക്കണ്ട. കാരണം ഏത് അമല് ചെയ്യുകയാണെങ്കിലും അമല് ചെയ്തു കഴിഞ്ഞാൽ 4 തരത്തിലുള്ള പേടി ഉണ്ടാവണമെന്നാണ്. ഒന്നാമത്തെ പേടി എന്താണെന്നറിയോ? സ്വീകരിക്കാതിരിക്കുമോ എന്ന പേടി. അതാണ് ഒന്നാമത്തെ പേടി. നമ്മൾ എന്തെല്ലാം അമല് ചെയ്യും. മൗല പറഞ്ഞതാ, മഗ്‌രിബിനും സുബഹിക്ക് ശേഷം ഇങ്ങനെ ചെല്ലണം, എല്ലാ ഫർള് നിസ്കാരത്തിൻ്റെ ശേഷം ഈ അമല് ചെയ്യണം. അല്ലെങ്കിൽ ചില ആൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ചിലത് തരും, ആർക്കും കൊടുക്കാത്ത ചിലതൊക്കെ തരും. അസ്മാഉൽ ഹുസ്നത് തരും, എന്തെങ്കിലും വേറെ എന്തെങ്കിലും തരും. അങ്ങനെ പലതും തരും. ഇതൊക്കെ ഓരോന്നിങ്ങനെ തരുമ്പോൾ നമ്മൾ വിചാരിക്കും ഞാൻ എന്തോ സംഭവമാണ്, അതുകൊണ്ടാണ് ഇടക്കിടക്ക് ഓരോന്നോരോന്ന് പുതിയ തരുന്നത്. അങ്ങനെ സംഭവമാണെന്ന് വിചാരിക്കലോടുകൂടി അതാണ് തീർന്ന്. പിന്നെ കുറേ കഴിയുമ്പോൾ ഈ റജബ് മാസത്തിൽ ഇങ്ങനെ ഈ മുറത്തുനിന്ന് അരി ഇങ്ങനെ എന്താ അതിന് പറയാം, അതിൻ്റെ മലയാളം തിരിയില്ല. ഏതായാലും ആക്ഷൻ കാണിക്കും, നിങ്ങൾക്ക് തിരിയുന്നുണ്ടെങ്കിൽ തിരിയട്ടെ. മുറത്തുനിന്ന് അരി ഇങ്ങനെ ഇത് ചെയ്യൂലേ, അതിൽ നിന്ന് കേട് മാറിപ്പോവും. അങ്ങനെ മാറ്റുന്നത് പോലെ അതിനെന്തോ ഒരു മലയാളത്തിലൊരു പ്രയോഗമുണ്ട്, പാറ്റൽ അല്ലേ? നമ്മളെ ഭാഷയിൽ പറയാം. പാറ്റുന്ന സമയത്ത് കേടലിങ്ങനെ നീങ്ങിപ്പോകുന്നത് പോലെ റജബ് മാസത്തിലൊരു പാറ്റലുണ്ട് അത്ര മശായിഖന്മാർക്ക്, അതിൽ നിന്ന് കേടുകളൊക്കെ പോവും. ആ മാസമാണിത്. റജബ് മാസത്തിലാണ് ചില മുരീദന്മാർക്ക് വല്ല പേടി. കാരണം ഇതിങ്ങനെ പാറ്റുന്ന നേരം ചില കേടുപാടുകളൊക്കെ ഇങ്ങനെ തെറിച്ചു പോവും, ഈ വഴിയിൽ നിന്ന് തെറിച്ചു പോവും. ചിലപ്പോൾ ഹോജയായിരിക്കും, ചിലപ്പോൾ വല്ല ഷെയ്ഖാവാൻ വേണ്ടി കാത്തിക്കുന്ന ആളായിരിക്കും. പക്ഷെ റജബിൽ ഇങ്ങനെ പാറുന്ന സമയത്ത് തെറിച്ചു പോവും. അള്ളാഹുവേ, ആ കൂട്ടത്തിലൊന്നും ഞങ്ങൾ ഉൾപ്പെടുത്തല്ല അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ അല്ലാ, ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഒന്നാമത്തെ പേടി അതന്നെയാണ്, സ്വീകരിക്കാതിരിക്കുമോ എന്ന പേടി. എന്ത് ചെയ്തു കഴിഞ്ഞാലും സ്വീകരിക്കാതിരിക്കുമോ എന്നൊരു പേടി വേണം. ആ പേടി ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലായി നമ്മളൊരു വിനയം കാണിക്കുന്ന മനുഷ്യന്മാരായിട്ട് മാറും. കാരണം ഒരു വല്ല അഹങ്കരിക്കാൻ നമ്മളെ കയ്യിലൊന്നുമില്ല. കാരണം ഇത് പേടിയാണ്, ഇത് തീർന്നു പോവോ, സ്വീകരിക്കാതിരിക്കുമോ എന്ന പേടി. ഇനി രണ്ടാമത്തെ പേടി എന്താണെന്നറിയോ? അതാണ് ഈ മേഖലയിൽ കൂടുതൽ. അതുകൊണ്ടാണ് കണ്യാല മൗല റളിയല്ലാഹു അൻഹു ആ മക്കാമിൻ്റെ ചാര വസിയത്ത് എഴുതി വെച്ചത്. എന്ത്? ഞാൻ മൂപ്പനാണെന്ന് പറഞ്ഞാലും നടക്കണ്ടാന്ന്. അപ്പോൾ രണ്ടാമത്തെ പേടി എന്താണെന്നറിയോ? റിയാ വന്നു പോകുമോ എന്ന പേടി. ചെയ്യുന്ന അമലുകളിൽ ഞാൻ ചിലപ്പോൾ നമ്മൾ മുത്താലിമീങ്ങളും ആലിമീങ്ങളൊക്കെ നമ്മൾ കാണും, നമ്മൾ ചിന്തിക്കും എത്ര പണ്ഡിതന്മാർ ഒന്നിനും കൊള്ളൂല, അല്ലെങ്കിൽ വേറെ കോലത്തിൽ ഇവരെല്ലാം എന്താന്ന് വെറും ഇങ്ങനെ നടക്കുന്നു. ചില ആൾ പ്രസംഗിക്കും, അയാളെ പ്രസംഗം മാത്രമേ ഉള്ളൂ, അമലൊന്നുമില്ല. ആരെക്കുറിച്ച് നമ്മളെന്താക്കണ്ട, വിലയിരുത്താൻ വേണ്ടി പോകണ്ട. കണ്യാല മൗല റളിയല്ലാഹുവിൻ്റെ മജ്ലിസിൽ ഒരാൾ വന്നു. അത് സംഭവം എന്താണെന്നറിയോ? മൗലാൻ്റെ സദസ്സിൽ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ മൗല കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കുറച്ച് കല്ലിറക്കി, എന്തോ വീടിൻ്റെ മറ്റോ ആവശ്യത്തിന് വേണ്ടി വളപ്പിൽ കുറച്ച് കല്ലിറക്കി. ഇറക്കിയ കല്ലിൽ കുറേ മോശപ്പെട്ട കല്ലുണ്ട്. ഇറക്കിയ ആളെന്തോ ഇതായപ്പോൾ സെക്കൻഡ് ഹാൻഡ് കല്ലെല്ലാം ഉണ്ട്, മോശപ്പെട്ട കല്ലുണ്ട്. അപ്പോൾ ഒരു സാധാ ചെറുപ്പക്കാരൻ, കാണാൻ വല്ല ഭംഗിയൊന്നുമില്ല, ഓനിങ്ങനെ ഒരു നാടൻ, അവൻ വന്നിട്ട് ഈ സദസ്സിൽ മൗലാനോട് ചൂടാകുന്നു. സദസ്സിൽ വന്നിട്ട് കണ്യാല മൗലാനോട് ചൂടാകുന്നു. എന്താ പറഞ്ഞറിയാം? നിങ്ങൾക്ക് കല്ലിറക്കാൻ അറിയില്ല, നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നോട് പറഞ്ഞാൽ പോലെ, ഞാൻ ഇറക്കി തരൂല, ഈ പൊട്ടൻ കല്ല ഇറക്കൽ എന്നൊക്കെ പറഞ്ഞിട്ട് ആര് ചൂടാകുന്നേ? കണ്യാല മൗല ചൂടുന്നു. ആ സദസ്സിലിരിക്കുന്ന മനുഷ്യന്മാർ മനസ്സുകൊണ്ട് കരുതി എത്ര ഇയാളെന്ത് വർത്താനായി മൗലാനോട് പറയുന്നത്, ഒറ്റ കിട്ടിയ കൊടുക്കാനുള്ള തയ്യാറെടുപ്പില്ല. കാരണം മൗലാൻ്റെ സദസ്സിൽ വന്നിട്ട് ഇയാൾ ഇങ്ങനെല്ലാം പറയും, ഇയാളാരാന്ന്. കാരണം അങ്ങനെ നിൽക്കുന്ന സമയത്ത് അയാൾ ചൂടായിട്ട് അയാൾ ഇറങ്ങിപ്പോയി. ഈ ചെറുപ്പക്കാരൻ ചൂടായിട്ട് ഇറങ്ങിപ്പോയി മൗലാനോട്. അയാൾ ഇറങ്ങിപ്പോയപ്പോൾ കണ്യാല മൗല കൂടുതലുള്ള ആൾ പറയുന്നത്, നല്ല മോനാ 4 ഉണ്ട്, നല്ല മോനാണ് 4 ഉണ്ട് എന്നാ പറഞ്ഞ. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? അത് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. നല്ല മോനാണ് 4 ഉണ്ട്. ഒരാളെ വാക്കും കേട്ട് കോലം കണ്ടിട്ട് അടിക്കാനൊന്നും പോകണ്ട. കോലം കണ്ടിട്ട്, ഓരോ വർത്താനം കണ്ടിട്ട്, ഓരോ ശൈലി കേട്ടിട്ട് ഇവന് അതവും കുരുത്തൊന്നും ഇല്ലാത്തവനാണെന്ന് നമ്മൾ വിലയിരുത്തണ്ട. കാരണം അങ്ങനെ വിലയിരുത്തിയ മനുഷ്യന്മാരോടാ മൗല പറഞ്ഞത് നല്ല മോനാന്ന്, 4 ഉണ്ട്. 4 ഉണ്ട്. ജിസ്തിയുണ്ട്, ഖാദിരിയുണ്ട്, സുഹ്റവർദിയുണ്ട്, റിഫായി ഉണ്ട്. 4 ഉള്ള മോനാണ്. കാണാൻ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. മൗല പറഞ്ഞാൽ മതിയില്ലേ, ഇതെൻ്റെ മോനാന്ന്, ഇതെൻ്റെ കുട്ടിയാണ്, ഇത് മോൻ നല്ല മോനാന്ന് പറഞ്ഞാൽ പിന്നെ അത് പറഞ്ഞു കിട്ടാനല്ലേ ഈ പണി മുഴുവനും ചെയ്യുന്നത്. നമുക്കും എല്ലാ മഹാന്മാരെ മനസ്സിലും നമുക്ക് സ്ഥാനം വേണമെന്നില്ല, എല്ലാ മഹാന്മാരുടെ മനസ്സിനും സ്ഥാനം വേണമെന്നില്ല. നമുക്ക് രക്ഷപ്പെടാൻ ഏതെങ്കിലും ഒരു മഹാൻ്റെ മനസ്സിലെങ്കിലും ഒരു ഇടുണ്ടായാൽ മതി. നാളെ പരലോകത്ത് കോടാനുകൂടി മശായിഖന്മാരുണ്ടാവും.
അവരവരെ മുരീദുമാരിങ്ങനെ വിളിച്ചിട്ട് സ്വർഗത്തിലേക്ക് കയറ്റുമ്പോൾ നമുക്ക് നമ്മളെ മൗലാൻ്റെ കൈ പിടിച്ചിട്ട് തന്നെ അങ്ങോട്ട് സ്വർഗത്തിൽ പോകണം. അതിനെന്ത് വേണം? മൗലാൻ്റെ മനസ്സിലൊരു ഇടം നമുക്ക് വേണം. നമ്മളെ മനസ്സിൽ മൗലാക്ക് സ്ഥാനം ഉണ്ടാവും, പക്ഷെ നമ്മളെ മനസ്സിലുണ്ടായാൽ പോരല്ലോ, മൗലാൻ്റെ മനസ്സിലും വേണ്ടേ നമ്മളൊരു ഇഷ്ടം വേണ്ടേ? അതിനാണ് മൗലാടെ എഴുതി വെച്ചത് ഞാൻ മൂപ്പനാണെന്ന് പറഞ്ഞ് നടക്കരുത്. അതുകൊണ്ടാണ് മഹാന്മാർ പണ്ടേ പറഞ്ഞത് ഏത് അമല് ചെയ്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ പേടി വേണം. എന്ത്? റിയാ വന്നു പോകുമോ എന്ന പേടി. റിയാ എന്ന് പറഞ്ഞാൽ എന്താ? ലോകമാന്യം. ലോകമാന്യം വരുമ്പോൾ എല്ലാവരും അറിയാൻ വേണ്ടി ഞാൻ അങ്ങനെ ഇപ്പോൾ ഞാൻ തസ്ബീമാല പിടിച്ച് ദിക്കറുമല്ലോ എന്തിന്? എല്ലാവരും അറിയാൻ വേണ്ടി. എന്നാൽ പിന്നെ ലോകമാന്യം ഒഴിവാക്കാൻ വേണ്ടി ഞാനിപ്പോൾ തസ്ബീമാല മാറ്റി വെച്ചാലോ അതിൻ്റെ പേരാണ് കിബിർ. എന്ത്? ഞാനിപ്പോൾ ചൊല്ലുന്നു, പിന്നെ എനിക്ക് തോന്നി വേണ്ട ഞാൻ ഇങ്ങനെ ചൊല്ലുമ്പോൾ ഇവരെല്ലാം വിചാരിക്കും ഞാൻ ചൊല്ലുന്ന ആളാണ്, അതുകൊണ്ട് ഇപ്പം ചൊല്ലണ്ടാം. അങ്ങനെ പോക്കറ്റിൻ്റെ ഉള്ളിൽ തസ്ബീമാല വെച്ചവരുണ്ടാവും. അവരോട് പറയാനുള്ളത് അതിൻ്റെ പേരാണ് കിബിർ. കാരണം ഈ ജനങ്ങൾ കാണുമെന്ന് വിചാരിച്ചിട്ടല്ല ഇപ്പോൾ മാറ്റി വെച്ചത്. ജനങ്ങൾ കണ്ടാലും കുഴപ്പമില്ല, കണ്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. മനസ്സിലാവുന്നുണ്ടാ? അപ്പോൾ റിയാവ് പല കോലത്തിലാണ്, കിബിർ പല കോലത്തിലാണ്. നമുക്ക് തന്നെ ഒന്ന് പരിശോധിക്കാം. കിബിർ 4 വിധത്തിലാണെന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഒന്ന്, ഞാൻ അള്ളാനേക്കാൾ വലിയവനാണെന്ന ചിന്ത. അങ്ങനെ ചിന്ത നമുക്ക് ആർക്കെങ്കിലും ഉണ്ടോ? എന്നാൽ ഉണ്ടായിരുന്നു ഒരാൾക്ക്. ആർക്കാണത്? ഫിർഔൻ അന റബ്ബുക്കുമുൽ അഅല. ഇനി ഇതൊന്ന് വിശദീകരിക്കേണ്ട ഉസ്താദ്മാരാ കൂടുതൽ. രണ്ടാമത്തെ ചിന്ത എന്താണെന്നറിയോ കിബിറിൻ്റെത്? ഞാൻ പ്രവാചകന്മാരെക്കാൾ ഉഷാറാണ് എന്ന്. നമുക്കാർക്കെങ്കിലും അങ്ങനെ ഉണ്ടോ? ഇല്ല. പക്ഷെ അങ്ങനെ ഉണ്ടായിരുന്നു ഒരാൾക്ക്. ആർക്കത്? സാക്ഷാൽ ഇബ്ലീസിന്. അല്ലെ, അന ഖൈറും മിൻ, ഞാൻ അവനേക്കാൾ ഉഷാറാണെന്ന് പറഞ്ഞ. അവനെന്ന് പറഞ്ഞാരാ? ആദം നബി അലൈഹി സ്വലാം. ആദം നബി എന്ന പ്രവാചകനേക്കാൾ ഞാൻ ഉഷാറാണ് എന്നാണ് ഈ ഇബ്ലീസ് പറഞ്ഞത്. മൂന്നാമത്തെ കിബിർ എന്താ അറിയോ? ഞാൻ ഔലിയാക്കളെക്കാൾ ഉഷാറാണ്. അങ്ങനത്തെ കിബിർ നമുക്കില്ല. പിന്നെ നാലാമത്തെ കിബിർ ഏതാണെന്നറിയോ? ഞാൻ അവനേക്കാൾ ഉഷാറാണ് എന്ന്. ഈ സദസ്സിലെ ഏറ്റവും മോശപ്പെട്ട ഒരാൾ കൈപോക്കിയാട്ടെ. വെരി ഗുഡ്. സദസ്സ് ഇങ്ങനെ ആയതുകൊണ്ടാണ്. ദുനിയാവിൽ ഞാനൊരു 5-6 കൊല്ലമായി സദസ്സെന്ന് ചോദിക്കുന്നത് ആരും ഇങ്ങനെ കൈപോക്കിയിട്ടില്ല. അപ്പോൾ സദസ്സ് ഇതായതുകൊണ്ടാണ് കൈപോക്കിയത്, അവർക്കറിയാം. അപ്പോൾ ഏറ്റവും മോശം ഒരു 10 മൂമിനിങ്ങൾ ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ ഒരു മൂമിൻ എന്താ ആലോചിക്കേണ്ടത്? ഈ 10ൽ ഏറ്റവും മോശപ്പെട്ടവൻ ഞാനാണ് എന്ന ചിന്തയായിരിക്കണം നമ്മുടെ ഖൽബിൽ ഉണ്ടാവേണ്ടത്. അപ്പോൾ 4 പേടിയാണ്. ഒന്ന്, സ്വീകരിക്കാതിരിക്കുമോ എന്ന പേടി. രണ്ടാമത്തേത് റിയാ, ലോകമാന്യം വന്നു പോകുമോ എന്ന പേടി. മൂന്നാമത്തെ പേടി ഈ ചെയ്യുന്നതിൽ വല്ല തെറ്റുകളും വന്നു പോകുമോ എന്ന പേടി. നമ്മളൊക്കെ അമൽ ചെയ്യുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു, വല്ല തെറ്റും വന്നു പോകുമോ എന്ന പേടി. ഇനി നാലാമത്തെ പേടി ഏതാണെന്നറിയോ? തൗഫീഖ് നഷ്ടപ്പെട്ടു പോകുമോ എന്ന പേടി. അതൊരു പേടി തന്നെയാണ്. തൗഫീഖ്, മഹാന്മാരായ മശായിഖന്മാരുടെ പൊരുത്തത്തിൽ ജീവിക്കാനുള്ള തൗഫീഖ് നഷ്ടപ്പെട്ടു പോകുമോ എന്ന പേടി. ഞാൻ വലിയ സംഭവമാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. തൗഫീഖ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതുകൊണ്ട് എപ്പോഴും ദുആ ചെയ്യണം, അല്ലാഹുവേ ആ മഹാന്മാരുടെ മനസ്സിൽ ഞങ്ങൾക്കൊരു ഇടം നൽകണേ അല്ലാ. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, നമ്മളെങ്ങനെയാണോ മശായിഖന്മാരെ നോക്കുന്നതെങ്കിൽ ആ മശായിഖന്മാർ അങ്ങനെ തന്നെ